ശബ്ദം ഇനി പുതിയൊരു ഗാനമായി നമ്മളിലേക്ക് എത്തില്ല. പക്ഷെ മഴ പെയ്യുമ്പോഴും പ്രണയം മനസ്സിനെ തൊടുമ്പോഴും നഷ്ടങ്ങളുടെ ഓർമ്മയിൽ കണ്ണു നിറയുമ്പോഴും എവിടെയോ നിന്ന് ജാനകിയമ്മയുടെ ശബ്ദം നമ്മളെ തേടിയെത്തും. മലയാളികളുടെ സന്തോഷത്തിനും സങ്കടത്തിനും പ്രണയത്തിനും വിരഹത്തിനുമെല്ലാം ശബ്ദമായിരുന്ന എസ് ജാനകി ഇനി ഒരു ഓർമ്മയാണ്. 2026 ജൂലൈ 11 മൈസൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 88-ാം വയസ്സിലായിരുന്നു തെന്നിന്ത്യയുടെ വാനമ്പാടിയുടെ വിടവാങ്ങൽ. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജാനകിയമ്മ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അന്തരിച്ചത്. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പള്ളപ്പട്ടല എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു ജാനകിയമ്മയുടെ ജനനം. വീട്ടിലെ റേഡിയോയിൽ ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങൾ കേട്ടിരുന്ന ആ കൊച്ചു പെൺകുട്ടി ഒരിക്കൽ സ്വന്തം ശബ്ദം ഇന്ത്യ മുഴുവൻ കേൾക്കുമെന്ന് അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാകുമോ? കുട്ടിക്കാലം കൂടുതലും തെലങ്കാനയിലെ സിർസില്ലയിലായിരുന്നു. നാടക പ്രവർത്തകനായിരുന്നു അമ്മാവൻ. നാടകങ്ങളുടെ ഇടവേളകളിൽ ജാനകിയെ കൊണ്ട് പാട്ടുകൾ പാടിപ്പിച്ചു. നാദസ്വര വിദ്വാൻ പൈഡി സ്വാമിയിൽ നിന്നും സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചെങ്കിലും ജാനകിയമ്മയ്ക്ക് ദീർഘകാലമായ ശാസ്ത്രീയ സംഗീത പരിശീലനം ലഭിച്ചിരുന്നില്ല. എന്നാൽ ജന്മസിദ്ധമായ കഴിവും നിരന്തരമായ പരിശീലനവും അവരുടെ ശബ്ദത്തെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം വ്യത്യസ്തമാക്കി. ഒരു നാടകവേദിയിൽ ജാനകിയുടെ പാട്ടുകേട്ട ചലച്ചിത്ര പ്രവർത്തകരാണ് അവരെ മദ്രാസിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ 19-ാം വയസ്സിൽ 1957 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വിധിയിൻ വിളയാട്ട് എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് പ്രവേശിച്ചു. അത്ഭുതകരമായി ആദ്യ വർഷം തന്നെ 6 ഭാഷകളിൽ പാടാൻ ജാനകിയമ്മയ്ക്ക് അവസരം ലഭിച്ചു. അവിടെ നിന്നായിരുന്നു 6 പതിറ്റാണ്ടോളം നീണ്ട സംഗീത സാമ്രാജ്യത്തിന്റെ തുടക്കം. ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതിയും കൗമാരക്കാരിയുടെ പ്രണയവും അമ്മയുടെ വാത്സല്യവും വൃദ്ധയുടെ വിറയലും ഒരേ ശബ്ദത്തിൽ അവതരിപ്പിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. സന്തോഷം പാടുമ്പോൾ ആ ശബ്ദം ചിരിച്ചു, ദുഃഖം പാടുമ്പോൾ അത് കരഞ്ഞു, പ്രണയഗാനങ്ങളിൽ നാണിച്ചു, താരാട്ടുപാട്ടുകളിൽ അമ്മയായി. അതായിരുന്നു ജാനകിയമ്മയെ വെറുമൊരു ഗായികയിൽ നിന്നും തെന്നിന്ത്യയുടെ വാനമ്പാടിയാക്കി മാറ്റിയത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ഒഡിയ, ബംഗാളി, തുളു തുടങ്ങി 20ഓളം ഭാഷകളിലായി ഒട്ടനവധി ഗാനങ്ങളാണ് അവർ ആലപിച്ചത്. MS വിശ്വനാഥൻ, ഇളയരാജ, MM കീരവാണി, AR റഹ്മാൻ തുടങ്ങി പല തലമുറകളിലെ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു. SP ബാലസുബ്രഹ്മണ്യം, KJ യേശുദാസ് എന്നിവർക്കൊപ്പമുള്ള ജാനകിയമ്മയുടെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ അമൂല്യ സമ്പത്താണ്. മലയാളത്തിന് ജാനകിയമ്മ ഒരു അന്യഭാഷ ഗായികയായിരുന്നില്ല. മലയാളത്തിന്റെ ഉച്ചാരണവും ഭാഷയുടെ ആത്മാവും സൂക്ഷ്മമായി പഠിച്ചാണ് അവർ ഓരോ ഗാനവും പാടിയത്. തേനും വയമ്പും, തുമ്പീവ, ആടിവാ കാറ്റ്, സൂര്യകാന്തി, സ്വർണമുഖിലെ, ഒരു വട്ടം കൂടിയൻ തുടങ്ങി ഓരോ ഗാനത്തിലും വ്യത്യസ്തമായൊരു ജാനകിയെ മലയാളം കണ്ടു. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിലൂടെ ജാനകിയമ്മ ദേശീയ പുരസ്കാരം മലയാളത്തിലെത്തിച്ചു. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 33 സംസ്ഥാന പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി. 11 തവണ കേരള സംസ്ഥാനത്തെ മികച്ച ഗായികയായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 പ്രഖ്യാപിച്ച പത്മഭൂഷൺ അംഗീകാരം ഏറെ വൈകിയെന്ന നിലപാടിൽ അവർ നിരസിച്ചതും വലിയ ചർച്ചയായി. 2016 പുറത്തിറങ്ങിയ മലയാള ചിത്രം 10 കൽപ്പനകൾക്കായി പാടിയ അമ്മ പൂവിനും എന്ന താരാട്ട് പാട്ടോടെയാണ് സജീവ പിന്നണി ഗായക രംഗത്തു നിന്നുള്ള വിടവാങ്ങൽ അവർ പ്രഖ്യാപിച്ചത്. പിന്നീട് അപൂർവമായ ചില അവസരങ്ങളിൽ വീണ്ടും മൈക്കിന് മുന്നിൽ എത്തിയെങ്കിലും സംഗീതത്തിൽ നിന്നും പതിയെ അവർ സ്വകാര്യ ജീവിതത്തിലേക്ക് മാറി. ജീവിതത്തിന്റെ അവസാന കാലം ജാനകിയമ്മക്ക് നഷ്ടങ്ങളുടേതായിരുന്നു. ഭർത്താവിന്റെ വേർപാടിനു ശേഷം സംഗീതത്തിൽ ആശ്വാസം കണ്ടെത്തിയ അവർക്ക് 2026 ജനുവരിയിൽ ഏക മകൻ മുരളീകൃഷ്ണയുടെ മരണവും സഹിക്കേണ്ടി വന്നു. ആ വലിയ ദുഃഖത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ജാനകിയമ്മയും ലോകത്തോട് വിട പറഞ്ഞത്. ജാനകിയമ്മ പോയി, എന്നാൽ അവരുടെ ശബ്ദം പോയിട്ടില്ല. ഒരു കുഞ്ഞിനെ അമ്മ ഉറക്കുമ്പോൾ, ഒരു പ്രണയം വിരഹമായി മാറുമ്പോൾ, ഒരു പഴയ ഓർമ്മ മനസ്സിലെത്തുമ്പോൾ, ഒരു മഴത്തുള്ളി ജനൽച്ചില്ലയിൽ പതിക്കുമ്പോൾ അവിടെ ജാനകിയമ്മ ഓടിയെത്തും. കാരണം
ചില ഗായകർ പാടുന്നത് ഗാനങ്ങളാണ്, ചിലർ പാടുന്നത് നമ്മുടെ ജീവിതമാണ്. ജാനകിയമ്മ പാടിയത് നമ്മുടെ ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാനമ്പാടി ഒരിക്കലും നിശബ്ദയാകില്ല.